ഹലോ ഗൈസ്, ഒരു പറ്റം ബിഹാരികൾ ഗ്രാമീണ കാഴ്ച കാണാൻ ഇറങ്ങിയതാട്ടോ നിങ്ങളിപ്പോ കാണാൻ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ നടന്നു തുടങ്ങിയപ്പോ തന്നെ ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടി മതിൽമ തൂങ്ങിയിരുന്നിട്ടാ, ഷീറ്റ് കൊണ്ടുള്ള മതിലാണെന്നുള്ളൂ. അങ്ങനെ പിന്നെ നോക്കുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ ഞങ്ങൾ പാസ് ചെയ്തത്. 10 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഓട്ടോറിക്ഷയാണ് ഇപ്പൊ പോയത്. ഇപ്പൊ ഇതേ വന്നത് നമ്മുടെ നാട്ടിലെ വലിയ ആൾക്കാരെ ഓട്ടുന്ന സൈക്കിളാട്ടാ. 5-10 വയസ്സുള്ള പിള്ളേരെ ഇപ്പൊ ചവിട്ടിപ്പോയി. ഒരിക്കാൻ അവിടെ വാ വിളിച്ചിരിക്കണ. പിന്നെ അതെ ഞങ്ങൾ പിന്നെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരാൾ ലൈവായിട്ട് തമ്പാക്ക് യൂസ് ചെയ്യണത്. ബീഹാറിലൊക്കെ ഇപ്പൊ ചൂടുകാലം കൊണ്ട് തന്നെ ഇപ്പൊ നല്ല മാങ്ങയുടെ സീസൺ ആട്ടാ. 6 വയസ്സുള്ള ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ എടുത്ത് നടക്കൂട്ടാ. ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വീടിന് മുമ്പിൽ ഒരു കസേരയിട്ടിരിക്കുന്നത് ചൂടെടുത്തിട്ടാണ്ടാ, വേറെ ഒന്നുമല്ല. പലതരം മാങ്ങകൾ ഇവിടുന്ന് കഴിക്കാൻ പറ്റും. ഇങ്ങനെ അതും പറഞ്ഞ അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഞങ്ങൾ നല്ലൊരു വീട് കണ്ടത്. ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു നല്ല വീട്. സംഭവം തേച്ച് മിനിക്കുക, നല്ല പെയിന്റ് ഒക്കെ അടിച്ച വീടാണ്ട. സാധാരണ ഇവിടുത്തെ വീടുകളൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവാറ്. എന്നാൽ മറ്റേ വീടും അങ്ങനെയൊന്നും ഇല്ലാട്ടോ, നല്ല വൃത്തിയുള്ള വീടായിരുന്നു. ഒരു ജീവിതമാർഗം കന്നുകാലികളും കൃഷിയൊക്കെ ആയതുകൊണ്ട് അതിന്റെ ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. എല്ലാ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഈ കന്ന് കൂട്ടി വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ, ചക്കയൊക്കെ കണ്ട്. പിന്നെ ഓടിന്റെ മേളിൽ കോഴിയും കയറി നിൽക്കണ്ടായിരുന്നു. നേരെ കാണുന്ന കലങ്കാണാനാണ് ബസ് നമ്മൾ വിളിക്കുന്നത്. സംഭവം വലിയ സെറ്റപ്പ് ഇല്ലാന്ന് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. എന്തായാലും പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളുടെ രീതിയിൽ ഞങ്ങൾ എല്ലാവരും മുമ്പിലേക്ക് കാണുന്നുണ്ട്. വെള്ളം വലിയ സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമ്മൾ ഉമ്മാരെ പ്രായമുള്ള പെണ്ണുങ്ങളായിരുന്നു കുറച്ച്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ആദ്യം ഒരു മക്തബ് കണ്ടിട്ടാ. അപ്പൊ മക്തബിലും കയറാന്ന് വിചാരിച്ച് അങ്ങനെ കയറി. അല്ല ചെന്ന് കയറിയപ്പോ തന്നെ അവിടുത്തെ പിള്ളേരൊക്കെ നമ്മളെ ബഹുമാനം കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞിട്ടാ. പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് വളരെ ബഹുമാനത്തോടു കൂടി നമ്മളോടൊക്കെ ഇങ്ങനെ സലാം പറഞ്ഞിട്ട് 2 കൈയും പിടിച്ചിട്ടാണ് അവരെയൊക്കെ സലാം പറിച്ചത്. നമ്മൾ ബീഹാറിലെത്തിയതിന്റെ മെയിൻ ലക്ഷ്യം ഹാദി തന്നെയുള്ള. ഹാദിന്റെ കീഴിലുള്ള ചെറിയ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബീഹാറിലേക്ക് എത്തിയേക്കുന്നത്. ചെന്നിട്ട് ഞാൻ അവിടുത്തെ ഉസ്താദായിട്ട് നമ്മൾ കുറെ സംസാരിച്ചിട്ടാ. രാഖിമൻവർ എന്നാണ് ഉസ്താദിന്റെ പേര്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഒരു ജുമാത്തുള്ളിയുടെ മുമ്പിലെ വരാന്തയിലാണ് ഇപ്പം മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്തബ് ഇറങ്ങിയപ്പോൾ ആ വില്ലേജിലുള്ള ഒരു നമുക്ക് കിട്ടിയിട്ടാ. എന്റെ പെരുമാറ്റം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.